ലോക രാഷ്ട്രങ്ങളെ മുഴുവൻ ഒരിക്കൽ അടക്കി ഭരിച്ചിരുന്ന യൂറോപ്യൻ ശക്തിയായ ബ്രിട്ടൻ ഇപ്പോൾ ഇസ്ലാമിക ഭീകരതയുടെ കൂടാരമായി മാറിയിരിക്കുകയാണ് എന്ന നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരം സൂചനകൾ കഴിഞ്ഞ കുറേ നാളുകളായി പുറത്തു വരുന്നുണ്ട് എങ്കിലും ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുന്ന എന്ന നിഗൂഢമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന തീവ്ര ഇസ്ലാമിസത്തിൻ്റെ വക്താക്കൾ ബ്രിട്ടനിലെ ലിബറൽ നിയമങ്ങളുടെ ലൂപ്പ് ഹോളുകളിൽ പിടിമുറുക്കി ദിനം പ്രതി ബ്രിട്ടനിലേക്ക് ചേക്കേറി അവരുടെ റാഡിക്കലായ സിദ്ധാന്തങ്ങൾക്ക് അധിഷ്ഠിതമായി സംഘം ചേരുകയും പ്രതിഷേധിക്കുകയും നിയമം കയ്യിലെടുത്തുകൊണ്ട് ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നത് തുടർ കഥകളായിട്ട് നാളുകളായിരിക്കുകയാണ്. എന്നിട്ടും അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇല്ലാത്ത ഔദാര്യങ്ങളുടെ മഹാമനസ്കത കാട്ടിക്കൊണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഇത്തരം അനാസ്ഥ വരുത്തിവെച്ച ഭീകരമായ ഗർത്തത്തിലേക്ക് ബ്രിട്ടൻ വീണിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ലാക്കാക്കി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ തുടങ്ങിയ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരായി എത്തിയവരെ തികഞ്ഞ ക്രിസ്തീയ സ്നേഹത്തിൽ സ്വീകരിക്കുന്ന ഒരു മനോഭാവമാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ കൈക്കൊണ്ടത്. ഇന്ന് അവരിൽ മിക്കവരും ആ രാജ്യത്തെ പൗരന്മാരായി മാറിയിരിക്കുകയാണ്. എന്നാൽ ആ രാജ്യങ്ങളുടെ സിവിൽ നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ തങ്ങളുടെ മതപ്രത്യയശാസ്ത്രപരമായ ശരീഅത്ത് നിയമങ്ങൾ സ്ഥാപിക്കണമെന്ന് ശഠിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങളിലും സംഘർഷങ്ങളിലും മടുത്ത ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ലിബറൽ നയങ്ങളും ഔദാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ദേശീയതയ്ക്ക് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷത്തേക്ക് മാറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റലി, ഹോളണ്ട്, ജർമ്മനിയിലെല്ലാം അത് പ്രാവർത്തികമായിരിക്കുകയാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുകയും കുടിയേറ്റക്കാരെയെല്ലാം പൂട്ടിക്കെട്ടി അമേരിക്കയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു തുടങ്ങിയതോടെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും ആവേശം വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് ഒരു കാലത്ത് വിശ്രുതി കൊണ്ട ബ്രിട്ടനിലെ ഭരണാധികാരികൾക്ക് മാത്രം ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന മട്ടിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബ്രിട്ടനിലെ ജനങ്ങളിൽ പലരും യാഥാസ്ഥിതിക ചിന്തകളോടെ തീവ്ര വലതുപക്ഷത്തേക്ക് ചാഞ്ഞിട്ടും അപകടം മനസ്സിലാക്കാതെ ലിബറൽ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ബ്രിട്ടൻ ഉഗ്രനാശത്തിൻ്റെ വക്കിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിൻ്റെ ലേബർ പാർട്ടി കൈക്കൊണ്ട നയങ്ങളുടെ പിൻബലത്തിൽ ധാരാളം ഇസ്ലാമിക കുടിയേറ്റക്കാരാണ് ബ്രിട്ടനിലേക്ക് ഇപ്പോൾ എത്തിയത്. അവരിൽ പലരും അതിതീവ്ര ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരാണ് എന്ന വിവരമാണ് UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹ്റിൻകാരനായ സോഷ്യൽ അനലിസ്റ്റ് അംജാദ് താഹ ഇപ്പോൾ ലണ്ടനിലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ അറബ് രാജ്യങ്ങളിൽ ഉള്ളതിലും അധികം ഇസ്ലാമിക തീവ്രവാദികൾ ബ്രിട്ടനിലുണ്ട് എന്നും ഫ്രീ സ്പീച്ചിൻ്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ അത്തരം തിന്മ നിറഞ്ഞ നടപടികൾക്ക് കളമൊരുക്കുകയാണ് എന്നും അംജദ് താഹ വ്യക്തമാക്കി. മതം മനുഷ്യൻ്റെ ആത്മീയ വിഷയം മാത്രമായിട്ടും രാഷ്ട്രീയത്തിൽ മതം കലർത്തി അണികളെ ഇളക്കി വിടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കുടിലതന്ത്രങ്ങൾ UAEയിലും സൗദിയിലും ഒന്നും ചെലവാകാത്ത വിധത്തിൽ ആ രാഷ്ട്രങ്ങൾ ഇസ്ലാമിലെ തീവ്ര നിലപാടുകാരെ അവിടെ പിടിച്ച് അകത്താക്കുകയും പിന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. എന്നാൽ അവരെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് എന്നും ബ്രിട്ടൻ അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് എന്നും അതിലേറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഇസ്ലാമിക ബ്രദർഹുഡ് എന്നും ഇത്തരം സംഘടനയുടെ ചെല്ലും ചെലവും ഏറ്റുവാങ്ങി ബ്രിട്ടനിൽ ഭീകരവാദികൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നും അതിനെതിരെ ഫലപ്രദമായി ഒന്നും ചെയ്യാനാകാതെ കീർ സ്റ്റാർമർ സർക്കാർ കുഴയുകയാണ് എന്നും അംജദ് താഹ തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ. മിഡിൽ ഈസ്റ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തീവ്രവാദികൾ UK-യിൽ ഉണ്ട് എന്നും ഇസ്ലാമിസ്റ്റുകൾ വിവിധ പള്ളികളിൽ പറയുന്ന കാര്യങ്ങൾ താൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് എന്നും അവരുപയോഗിക്കുന്ന പദങ്ങളും പ്രസ്താവനകളും താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ പോലും അനുവദിക്കാത്തതാണ് എന്നും ബ്രിട്ടനിൽ ഇപ്പോൾ ശക്തമായി വ്യാപരിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയാണ് എന്നും അവരിൽ നിന്ന് ഉത്ഭവിച്ച സായുധ സേനയാണ് ഹമാസ് എന്നും തൻ്റെ മാതൃരാജ്യമായ UAE-യിൽ ഇവരെ നിരോധിക്കുകയും അവരുമായി ബന്ധമുണ്ടെന്ന് തോന്നിയ നിരവധി സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും UK-യിൽ അവരെ നിരോധിച്ചിട്ടില്ല എന്നും ഇസ്ലാമോഫോബിയ എന്ന പദം തന്നെ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെയോ മുസ്ലിം ബ്രദർഹുഡിനെയോ വിമർശിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയാൻ വേണ്ടി മാത്രം ആണെന്നുമുള്ള താഹയുടെ വെളിപ്പെടുത്തൽ ഭീതി ഉളവാക്കുന്നത് തന്നെയാണ്. ബ്രിട്ടനിലേക്ക് ഇസ്ലാമിക കുടിയേറ്റക്കാർ വരുമ്പോൾ മുസ്ലിം ബ്രദർഹുഡ് ആദ്യം തന്നെ അവരെ പള്ളികളിലേക്ക് കൊണ്ടുവന്ന് പൗരത്വമോ അഭയാർത്ഥി പദവിയോ ഉറപ്പ് നൽകുന്നതിന്
ഹോം ഓഫീസ് മാനദണ്ഡത്തിന് അനുയോജ്യമായി അവരുടെ കേസുകൾ മാറ്റും. ഇവർക്ക് ബ്രിട്ടനിലെ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ അവർ മുസ്ലിം ബ്രദർഹുഡിൻ്റെ പ്രത്യയ ശാസ്ത്രത്തോട് വിശ്വസ്തരായി തീരുകയാണ് പതിവെന്നും ഇവർ പ്രചരിപ്പിക്കുന്ന യഹൂദ വിരുദ്ധത ഒരു അഭിപ്രായമല്ല, അത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും ഒക്ടോബർ 7-ന് ഇസ്രായേലികൾക്കെതിരായ വംശഹത്യ നടന്നപ്പോൾ ഹമാസിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഇസ്ലാമിസ്റ്റുകളെയാണ് UK-യിൽ കണ്ടത് എന്നുമുള്ള സത്യങ്ങളാണ് അംജദ് താഹ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പതാക തെരുവിൽ കത്തിച്ചപ്പോഴും യുവതികൾ റേപ്പിനും മൃഗീയവധത്തിനും ഇരകളായപ്പോഴും ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ തിന്മകൾക്ക് നിയമപാലകരും അധികാരികളും കൂട്ടുനിന്നുകൊണ്ട് നിരവധി പെൺകുഞ്ഞുങ്ങളെ പിച്ചിച്ചീന്തിയപ്പോഴും ബ്രിട്ടനിലെ ഭരണാധികാരികൾ നിഷ്ക്രിയരായിരുന്നു എന്നുള്ളത് പല പ്രാവശ്യം പല റിപ്പോർട്ടുകളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ്. താമസിയാതെ സൗത്താർക്ക് കത്തീഡ്രലും സെയിൻറ്റ് മാർട്ടിൻ ഫീൽഡും ഹോളി ട്രിനിറ്റിയും വെസ്റ്റ്മിനിസ്റ്റർ കത്തീഡ്രലുമെല്ലാം ഹഗിയ സോഫിയയുടെ വഴിയിലേക്ക് തന്നെ നീങ്ങിയേക്കാം എന്നുള്ള സംശയമാണ് പുറത്തു വരുന്നത്. കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് ജനത ഉണർന്നു വരുമ്പോഴേക്കും സ്വന്തം അസ്തിത്വങ്ങളുടെ തകർച്ചയും അന്ധതയും അവരെ കീഴ്പ്പെടുത്തി കഴിയും എന്നതിന് രണ്ട് പക്ഷം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതെല്ലാം വ്യക്തമായി ചൂണ്ടിക്കാട്ടി ബ്രിട്ടൻ്റെ കണ്ണു തുറപ്പിക്കാൻ പോകുന്ന തരം നടുക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഒരു ഇസ്ലാം മതസ്ഥൻ തന്നെ രംഗത്ത് വന്നിട്ടും അറബ് രാജ്യങ്ങളിൽ പോലും കാണാത്ത വിധത്തിൽ ഇസ്ലാമിക തീവ്രവാദ പ്രീണനവുമായി മുന്നോട്ട് പോകാനാണ് ബ്രിട്ടൻ്റെ ഭാവമെങ്കിൽ അത് ബ്രിട്ടൻ്റെ നാശം തന്നെയായിരിക്കും കൊണ്ടുവരിക എന്നുള്ളതിന് ഒരു മറുപക്ഷമില്ല. അതിൻ്റെ സൂചനകൾ തന്നെയാണ് ബ്രിട്ടനിൽ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.